hello everyone, welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് വെച്ചാൽ ഒരു ഫുൾ വീഡിയോ ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഡേ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഇൻ ബിറ്റ്വീനാണ് വിചാരിച്ചത്. തുടക്കത്തിലൊരു എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പം എന്തായാലും കുറേ നാളായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിളിച്ചു ഇന്ന് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോണതൊരു ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യാൻ പോണത്. അതായത് രാവിലെ കുക്കിങ് കാര്യങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി റെഡി ആയിട്ടോ, പുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്സൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ചക്കി. നിങ്ങൾക്ക് എൻ്റെ സാക്ഷി അറിയായിരിക്കും, പക്ഷെ ചക്കി അധികം അറിയാവുന്നവരുണ്ടാവില്ല. ഇതാണ് ഒരു ചക്കിക്കുട്ടിക്ക് പക്ഷെ ഇത്തിരി കുറുമ്പും അധികം കൂടുതലും. അറിയായിരിക്കും. ആള് പക്ഷെ സാക്ഷ കുറച്ചും കൂടി എന്താ പറയുക, ആള് കുറച്ച് ഒതുങ്ങിയ ടൈപ്പാണ്. പക്ഷേ ചക്കി എല്ലായിടത്തും ഭയങ്കര ആക്റ്റീവാണ്. ഫുൾ ടൈം എനിക്കൊരു അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ അസിസ്റ്റൻ്റ് ഇതാട്ടോ, എല്ലാത്തിലും ഉണ്ടാവും. കാരണം മീൻ ഇരിക്കുന്നതുകൊണ്ട് ചക്കിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലേ താഴെ നിൽക്കാനൊന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കുറേ വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് അങ്ങനെ വലിയൊരു വീഡിയോ എന്നാലും ചെറിയ ഒരു വീഡിയോ ആണ്. ചെറിയ കാര്യങ്ങൾ മാത്രം. എനിക്ക് ഒരു രസത്തിന് ഞാൻ എടുത്തിടുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പല്ലിൽ കമ്പിയിട്ടിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്. ലോങ് വീഡിയോ ആയിരിക്കും. ഷോർട്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ പല്ലിൽ കമ്പിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോ ഫസ്റ്റ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് റാഗിയുടെ പുട്ടായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം വാങ്ങിയ പൂമീനായിരുന്നു കേട്ടോ. മീനിൻ്റെ കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചത്തേക്ക് വേണ്ടിയിട്ട്. അതിനുള്ള ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കറിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് മുമ്പിട്ടുള്ള മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചക്കയെ പിടിച്ചിട്ട് അടച്ചു വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ 3-4 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് പുളിവെള്ളം. മീൻകറിക്കുള്ള ചെറിയ ഉള്ളി ചതച്ചും പിന്നെ പച്ചമുളകും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഈ വ്ളോഗിൽ മെയിനായിട്ട് ഞാൻ മീൻകറി എങ്ങനെ വെക്കുന്നതെന്ന് ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ഫസ്റ്റ് ഞാൻ ചോറെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തിള കഴിയുമ്പോൾ അടച്ച് അതേപോലെ വെക്കും. പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി തിളപ്പിക്കും. അങ്ങനെയായിട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ നമുക്ക് മീൻകറി വെക്കുന്ന കാണാമേ. അപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ഷോർട്സ് ആയിട്ട്. പക്ഷെ നല്ലതാട്ടോ, അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കൂടുതൽ വേണമെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പ്രേ ചെയ്യാൻ. എന്തല്ലേ, നല്ല രസമല്ലേ. ചട്ടി ചൂടായിട്ട് എണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് വഴറ്റുക. അപ്പോൾ ഇതിനെനിക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പേസ്റ്റ് ആട്ടോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതൊന്ന് വഴണ്ടി വരുമ്പോൾ എനിക്കിതിന് പ്രത്യേകിച്ച് കണക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എത്ര വേവോ അല്ലെങ്കിൽ എത്ര നേരം വഴറ്റണോ അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു കണക്കിൽ ഞാനങ്ങ് ഇട്ടിട്ട് പോകും. പൊടികൾ ഇടുന്ന ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ വീഡിയോ ഓണാക്കിയിട്ടില്ലല്ലോ എന്ന്. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വഴണ്ടി വരുമ്പോൾ തക്കാളി ഇടും. തക്കാളി ഇട്ടിട്ട് പുളിവെള്ളം ഒഴിച്ച് കലക്കി നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കും. തിളച്ച് വരുമ്പോഴത്തേക്കിന് ഞാൻ ഫിഷ് ഇടുക ചെയ്യുക. 9 തോരനാണ് കേട്ടോ. ഇത് ആക്ച്വലി 3 days ആണ് ബിഫോർ യൂസ്. പക്ഷേ ഇന്ന് 4 days ആയി. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ ഇടുന്നതായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഫിഷ് ഇട്ടു. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് തുറന്ന് വെച്ച് ഒന്ന് പറ്റി വരാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ച്. ഞാൻ പറഞ്ഞില്ലേ സാഷ ഭയങ്കര സൈലൻ്റ് ആണ്. പക്ഷെ ഒരാളെ ഇപ്പോൾ കണ്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത ട്രൈപോഡ് മറിച്ചിട്ടു. ചെറിയ കുറുമ്പുകളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശ്രീ വന്നിട്ട് തേങ്ങ തിരുമ്മി തന്നു. കാരണം എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് തേങ്ങ തിരുമുക എന്ന് പറയുന്നത്. അത് പിന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാം. ശ്രീയെ കൊണ്ട് തിരുമിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യും. ഇതിപ്പോൾ ചെയ്യുന്നത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൂമ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റ് ആയില്ലല്ലോ പെട്ടെന്ന്. അതും അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. നേരെ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഇട്ട് നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് കൂമ്പ് അരിഞ്ഞു വെച്ചത് എടുത്തിടുക ചെയ്യാം.
ഇത് ഓൾറെഡി കട്ട് ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടഫാണ് ഇതിങ്ങനെ കൊത്തി അരിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഇതിനകത്തൊന്നും ഇട്ടിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ കറ ഉണ്ടായതുകൊണ്ട് കയറി പിടിക്കും. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തൊന്ന് വേവാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കിന് ശ്രീ നേരത്തെ കഴുകി വെച്ചിരുന്ന തുണിയെല്ലാം വിരിക്കുകയായിരുന്നു. പിന്നെ തേങ്ങ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമായി. തണുപ്പാട്ടോ അവിടെ കിടന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് ഉറങ്ങി. അതിനുശേഷം ഞാൻ പിന്നെ വാക്യൂം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഏറ്റവും നല്ല പർച്ചേസ് ആട്ടോ ഈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൂമ്പ് തോരൻ റെഡിയായി. ഇൻ ബിറ്റ്വീൻ ഞാൻ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ തൈര് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി ലഞ്ച് കഴിച്ചു. പിന്നീട് ഞാൻ കുറച്ച് നേരം കിടന്നതിന് ശേഷം വന്ന് സ്കിന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മറ്റേ കോട്ടയ്ക്കലിൻ്റെ ഒരു പരസ്യം തന്നെ ഉണ്ടല്ലേ, ഞാൻ കുറച്ച് നാളായി അധികമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഡെയിലി ഇല്ല കേട്ടോ, കുറച്ച് നേരം മാത്രം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലാതി നാൽപ്പാമരാതി ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കും. എന്നിട്ടൊരു 15 to 20 മിനിറ്റ്സ് ഞാൻ ഇരിക്കും. ചിലപ്പോൾ ഞാൻ അതിൽ കൂടുതലിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ തേച്ച് വരുന്നതാണ് നമ്മുടെ നീലബൃങ്ങാതിയുടെ ഓയിൽ. കോട്ടയ്ക്കലിൻ്റെ കേട്ടോ, ഞാൻ ഫുള്ള് കോട്ടയ്ക്കലിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ നീലബൃങ്ങാതിയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും തേക്കലില്ല കേട്ടോ. വർഷത്തിൽ ചിലപ്പോൾ 4-5 വട്ടമായിരിക്കും ഞാൻ തലയിൽ എണ്ണ വെക്കുക. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കെട്ട് പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോഴത്തേന് തലയിലിരിക്കുന്ന എണ്ണയെല്ലാം പിടിക്കുമല്ലോ. പിന്നെ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ, തലയിൽ എണ്ണ വെച്ചാൽ എന്തെങ്കിലും പണിയെടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കുളിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് കഴിഞ്ഞ് നേരെ സാഷേൻ്റെയും ചക്കീൻ്റെയും ലിറ്റർ ബോക്സ് ക്ലീൻ ചെയ്യണമായിരുന്നു. വന്നപ്പോൾ രണ്ടുപേരും അലമ്പാക്കിയിട്ടേക്കുക. പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത്, ഇതൊരു പണി തന്നെയാണ്. രണ്ടുപേരും കൂടി ആയപ്പോഴത്തേക്കിന് നല്ല പണിയാണ്. അതെല്ലാം ക്ലീൻ ചെയ്തു. ഇത് ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവരത് യൂസ് ചെയ്യില്ല കേട്ടോ, അത് മാറിയിരിക്കും. എനിക്കത് മനസ്സിലാവും. കാരണം സാഷ അത്രയും നീറ്റല്ല എന്നുണ്ടെങ്കിൽ സാഷ ലിറ്റർ യൂസ് ചെയ്യില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് ഭയങ്കര പാടാണ്. ഞാനപ്പോൾ ക്ലീൻ ചെയ്യും. അത് രാവിലെയും വൈകുന്നേരം ക്ലിയർ ആക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യും. എന്നിട്ട് ഈ വാക്യൂം ക്ലീനർ ഉണ്ടായതുകൊണ്ട് എൻ്റെ പണി കുറച്ചും കൂടി എളുപ്പമാട്ടോ, പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നേരെ തുണി വാഷിനിട്ടു. അപ്പോൾ കുക്കിങ്, ക്ലീനിങ്, തുണികൾക്ക് എല്ലാം കഴിഞ്ഞു. പിന്നെ എൻ്റെ പേഴ്സണൽ കെയർ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇന്നൊരു നല്ല സൺഡേ ആയിരുന്നു. മഴക്കുള്ള രാവിലെ തൊട്ടുണ്ട്, എപ്പോൾ പെയ്യും എന്നറിയില്ല. അപ്പോൾ ഇന്ന് നല്ലപോലെ എന്താ പറയുക, തല എണ്ണയൊക്കെ തേച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു, റെഡിയായി. അമ്പലത്തിലൊന്ന് പോകാം എന്നുള്ള മൈൻഡായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ ഇപ്പോൾ പെയ്യുമെന്ന് പറഞ്ഞു വന്നിട്ട് ഞാൻ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാൻ നേരത്ത് മഴതാ പെയ്തു. ഇനിയിപ്പോൾ പോക്ക് നടക്കുമെന്നറിയില്ല. പോക്ക് നടന്നാലും ഇല്ലെങ്കിലും അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടി ഇതിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബൈ ബൈ. സാഷ ഒരു ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. ബൈ ബൈ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ വരാൻ പറ്റി. മഴ ചെറുതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് എനിക്ക് വന്നു. ചെറിയ ചാറ്റലുണ്ട്, കുഴപ്പമില്ല. ശ്രീക്ക് ബ്രേക്ക് അധികം ഇല്ലാത്തന്നു ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഇനി വിളിക്കണം, വീട്ടിലേക്ക് പോകണം. തൊട്ടടുത്തതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ, അതിന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ടാറ്റാ.